ഹലോ തന്നൊക്കെ ചേച്ചി. ഹലോ. ഓ സന്തോഷ. എന്തൊരു സന്തോഷേ? വോട്ട് ചോദിച്ചു വന്നേണ്. നമ്മുടെ ചിഹ്നം അറിയാലേ. എന്നിട്ട് മാറാത്തതിന് മാറും കേട്ടാ ചേച്ചി. എടാ, നിന്റെ സർക്കാർ അധികാരത്തിൽ വരണേന് മുമ്പേ പറഞ്ഞുകൊണ്ട് കയറിയത് എന്തിനാണെന്ന് അറിയാമോ? 55 രൂപയ്ക്ക് പെട്രോൾ വരുമെന്ന്. എന്നിട്ട് എല്ലാവരുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വീതം വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ നാട്ടിലൊന്നും അല്ലേ സന്തോഷം നീ ജീവിക്കുന്നത്? അതിന് ചേച്ചി അങ്ങനെ പറയാൻ കാരണം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എന്തൊരു സുരക്ഷയുടെ അവർക്ക്? പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നീ കാണുന്നില്ലേ? പിന്നെ ലളിതന്മാർക്ക് അവർക്ക് എന്തൊരു വിലയിടാ ഇവിടെ? പട്ടികളെ പോലെ അല്ലേടാ അവരെ പുഴുത്ത പട്ടികളെ പോലെ അല്ലേടാ ഇട്ടേക്കണത്. ആദ്യം അവർക്കൊക്കെ വില ഉണ്ടാക്കി കൊടു, എന്നിട്ട് നീ വാ. എടാ സന്തോഷേ, നീ ഇത് കേൾക്കണില്ലേടാ? ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി മാറാത്തത് മാറ്റണത്. നീ പോയി നിന്റെ പഴയ പണി തന്നെ നോക്ക്. ശരി. അങ്ങനെ കാര്യത്തിന്റെ കിടപ്പ് വശം നായരടുത്ത് 2 വർത്താനം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വന്നത് ഏവൻ. കുഴപ്പമില്ല, എന്തായാലും ഏവൻ ചെന്ന് പറയും. ആരടി വന്നത് ഇപ്പം? നിങ്ങളെ പോലെയുള്ള ഏതോ പാർട്ടിയിലുള്ള ഒരു ഏര. ആഹാ, അപ്പൊ ഞാൻ പാർട്ടിക്കാരാണെന്ന് അറിഞ്ഞിട്ട് അവന്മാർ എന്റെ വീട്ടിൽ ഒന്ന് വോട്ട് പിടിക്കാൻ വന്നാ. എടി 10 രൂപ എടുത്താ നീ അവിടെ 10 രൂപ. നിങ്ങളെ 10 രൂപ എടുത്ത് ഞാൻ അരി മേടിച്ച്, മീൻ മേടിച്ച്, തോരൻ വെക്കാൻ വാങ്ങിച്ച്, ചീനി മേടിച്ച്. എന്ത് കുഴപ്പം? നീ തമാശ പറഞ്ഞോണ്ട് എനിക്കത് ആ പൈസ ആകെപ്പാടെ കയ്യിലുള്ള പൈസ. ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഒത്തിരി വീട് ഇന്ന് എല്ലാ വീട്ടിലും ഓരോരുത്തർ വെച്ചാണ് പോകേണ്ടത്. നീ കളിക്കാതെ പൈസ, വെള്ളം കുടിക്കാനുള്ള പൈസ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാ? എടി വീടിന് വേണ്ടി തന്നില്ലേ, അപ്പൊ എനിക്ക് എന്നാ എല്ലാ പൈസയും കൊണ്ട് തേയൂല. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്ത് കുഴപ്പമെന്ത്? നിങ്ങളെ പാർട്ടിക്കാരോട് പറയും നിങ്ങൾക്ക് ബാക്കി പൈസയും കൂടെ തരാം വീട് വയ്ക്കാനായിട്ട്. എടി പാർട്ടിക്കാരോട് ഞാൻ നടക്കണം. ഞാനുള്ള അനുഭവം പ്രവൃത്തിയൊക്കെ എനിക്ക്. എടി നമ്മളെ പാർട്ടിയിലെ കൊടി കത്തിച്ചപ്പം ഞാൻ അവന്റെ കഴുത്തിന് വെട്ടി. ആരടി ഇറക്കിയത് തന്നെ? അയ്യോ, നിങ്ങൾ എന്തേന്ന് വിചാരിച്ചത്? പാർട്ടിക്കാരാണ് ഇറക്കിയതാ. എന്റെ അനിയന്റെ കഴുതി കിടന്നേ മാല കൊണ്ടൊന്ന് പണയം വെച്ചാണ് നിങ്ങളത് ഇറക്കിയത്. അതറിയാമോ? നിങ്ങൾ ഇന്ന് 10 ദിവസമായി നിങ്ങൾ ഈ പാർട്ടി പ്രവർത്തനത്തിന് പോകാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ കയ്യിൽ ഒരു 10 രൂപ എടുക്കാനുണ്ടാ? കുറച്ച് മണ്ടന്മാരുണ്ട്. രാത്രി അവന്മാര് വിളിക്കുമ്പോഴത്തേക്ക് പോയി പോസ്റ്റർ ഒട്ടിക്കാനും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് സമരം ചെയ്യാനും വെട്ടും കുത്തും ഉണ്ടാക്കാനും. ആർക്ക് പോവും? നമ്മളെ പോലുള്ള അമ്മമാർക്കും ഭാര്യമാർക്കുമാണ് പോണത്. അത് മനസ്സിലാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം. എടി നീ ഇത് അറിഞ്ഞു വെച്ചിട്ട് എന്നടി എന്റെ കൂടെ വന്നത്? നിന്റെ പൈസ ഒരു 100 രൂപ എടുക്കും. അതിൽ 5ന്റെ പൈസ ഇല്ല. ആകെപ്പാടെ 10 രൂപ. അത് കാണാൻ എന്തോന്ന് പൈസ ഇല്ല നിന്റെ കയ്യിൽ? നിങ്ങളെ പെണ്ണുങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്, പേട്. അതുപോലും വാങ്ങിച്ചു തരാൻ നിങ്ങളെ കയ്യിൽ ഒരു നിവർത്തിയും ഇല്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനു ജീവിക്കണം? പോയി തോര എവിടെയെങ്കിലും പോയി. സമാധാനം തരൂല.